IV ശശി ഒരു ഫിലിം സ്കൂളിലും പഠിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ സർവകലാശാല ഷൂട്ടിംഗ് ലൊക്കേഷനുകളായിരുന്നു. ക്യാമറാമാൻ എങ്ങനെ ചിന്തിക്കുന്നു, സംവിധായകൻ എന്തുകൊണ്ട് ഒരു ഷോട്ട് വീണ്ടും എടുക്കുന്നു, എഡിറ്ററെ മനസ്സിൽ കണ്ടുകൊണ്ട് ഷോട്ട് പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതെല്ലാം അദ്ദേഹം ദിവസങ്ങളോളം കണ്ടുപഠിച്ചു. ഇതിനിടെ 1968 AB രാജ സംവിധാനം ചെയ്ത കളിയല്ല കല്യാണം എന്ന സിനിമയിൽ കലാസംവിധായകനായി പ്രവർത്തിച്ചു. പിന്നീട് പല സംവിധായകരുടെയും സഹസംവിധായകനായി പ്രവർത്തിച്ചു. അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി, ഒരു സംവിധായകൻ കഥ മാത്രം അറിഞ്ഞാൽ പോരാ, ലൈറ്റിങ്ങും അറിയണം, എഡിറ്റിങ്ങും അറിയണം, അഭിനേതാക്കളുടെ മനഃശാസ്ത്രവും അറിയണം. അതുകൊണ്ടാണ് പിന്നീട് IV ശശിയുടെ സിനിമകൾക്ക് അസാധാരണമായ ഒരു ഒഴുക്ക് ലഭിച്ചത്. ഇതിനിടെ അദ്ദേഹം ഗോസ്റ്റ് ഡയറക്ടറായി ഒരു സിനിമ സംവിധാനം ചെയ്തു. അത് വലിയ വിജയമായിരുന്നു. ഒടുവിൽ അദ്ദേഹം കാത്തിരുന്ന ആ അവസരമെത്തി. ആദ്യ ചിത്രം ഉത്സവം. ഏത് സംവിധായകനും ആദ്യ സിനിമ ഒരു പരീക്ഷണമാണ്. ശശിക്കും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ആ ചിത്രം പ്രതീക്ഷിച്ച വിജയം നേടിയില്ല. സിനിമാ ലോകം വളരെ ക്രൂരമാണ്. ഒരു പരാജയം മതി, ഇയാളുടെ കാലം കഴിഞ്ഞു എന്ന് വിധി എഴുതാൻ. ശശിയെക്കുറിച്ചും അങ്ങനെ പറഞ്ഞവരുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് അറിയില്ലായിരുന്നു, പരാജയം അദ്ദേഹത്തെ തകർത്തില്ല, മറിച്ച് കൂടുതൽ അപകടമേറ്റെടുക്കാൻ പഠിപ്പിച്ചു. ഇതിനിടെ അദ്ദേഹം വീണ്ടും ചില ചിത്രങ്ങൾ ചെയ്തു. 3 വർഷത്തിന് ശേഷം അദ്ദേഹം സംവിധാനം ചെയ്ത ഒരു സിനിമ കേരളത്തിലെ സദാചാര ചർച്ചകളെ തന്നെ ഇളക്കി മറിച്ചു. ആ സിനിമയുടെ പേര് അവളുടെ രാവുകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിഹാസ താരങ്ങളെക്കുറിച്ചുള്ള ഡോക്യുമെന്ററികൾ തുടർന്ന് കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.